ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. തേൻ മുന്തിരി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ വീടുകളിൽ എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് മുന്തിരി എടുത്ത്, അതായത് 1 കിലോ മുന്തിരിയിൽ കുറച്ച് മുന്തിരി എടുത്ത് വേവിക്കാനായിട്ട് വയ്ക്കുക. ഒരു കുക്കറിൽ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടൊന്നും വേണ്ട, വിസിലടിക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് തിള വരുമ്പോഴേക്കും അതിനെ വാങ്ങിയെടുക്കാം. കുക്കറിൻ്റെ മൂടി കൊണ്ട് മൂടരുത്, അത് ഇങ്ങനെ ഓപ്പണായി വെച്ചാൽ മതി. 2 തിള വരുമ്പോഴേക്കും അത് നന്നായിട്ട് ഇതതുപോലെ അതിൻ്റെ തോലെല്ലാം പൊട്ടി വരും. അതാണ് അതിൻ്റെ വേവ്. അപ്പോൾ നമുക്കിതിനെ എടുത്ത് ഊറ്റിയെടുക്കാം. അത് ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് പൾപ്പെടുത്തിട്ട്, അതായത് നമ്മൾക്ക് കുറച്ച് വേവിച്ച മുന്തിരി എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം മാറ്റി എടുക്കാം. ഈ തൊലി പെട്ടെന്ന് പോകും. തൊലി അതിനെ കുറച്ച് മാറ്റിയെടുക്കാം. ഇങ്ങനെ ഈ പൾപ്പ് നമ്മൾ എടുക്കുകയാണ്. കുറച്ച് പൾപ്പ് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം, അതായത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അതായത് നമ്മുടെ ജ്യൂസിന് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പൾപ്പ് നമ്മൾ അരച്ചെടുക്കുന്നത് മിക്സിയിൽ. കുറച്ച് പൾപ്പ് അരച്ചെടുക്കുകയും കുറച്ച് പൾപ്പ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യണം. അതായത് ജ്യൂസ് ഉണ്ടാക്കുന്ന തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് പൾപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഓരോന്നും കടിക്കുകയും ചെയ്യും. അതിനാണ് കുറച്ച് പൾപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാര ലൈനയാണ്. അതായത് കുറച്ച് പഞ്ചസാര, 1 കിലോ പഞ്ചസാരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പഞ്ചസാര ലൈനി ഉണ്ടാക്കാം. അതായത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ലൈൻ ഒരിക്കലും കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്തിരിയുടെ, അതായത് ജ്യൂസിൻ്റെ മണം, ഒരു കരിഞ്ഞ മണം അടിക്കും. അതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സിറപ്പ് നമ്മൾ കരിയാതെ നോക്കണം. നന്നായിട്ട് ഇളക്കി ഈ കളറാവുന്നവരെ ഇളക്കി കൊടുക്കാം. ഇന്ന് നമുക്കൊന്ന് ആറാൻ വയ്ക്കുക. ഒരു ആറിയതിന് ശേഷം ഒരു 2 കപ്പ് വെള്ളം എടുത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കിലോ പഞ്ചസാരയ്ക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 3 കപ്പ് ഒഴിച്ചു കൊടുത്തു, പക്ഷേ അത് കുറച്ച് ലൂസായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2 കപ്പ് വെള്ളം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് തിളപ്പിക്കണം. തിളയ്ക്കുമ്പോൾ നമ്മുടെ ആ ലായനി, പഞ്ചസാര ലായനിയെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതാണ്. ചൂട് തട്ടുമ്പോഴെല്ലാം പഞ്ചസാര അലിഞ്ഞോളും. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുന്തിരി അത് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം ആ വെള്ളം കളയാൻ പാടില്ല. വെള്ളം നമ്മൾക്ക് ആവശ്യമുണ്ട്. ഇനി ആ പൾപ്പിനെ, അതായത് മുന്തിരി, വേവിച്ച മുന്തിരി, നമ്മൾ ബാക്കിയുള്ള മുന്തിരിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. തവി കൊണ്ട് നമ്മൾക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ അതിനെ നന്നായിട്ട് ഉടച്ചെടുത്ത് അതിൻ്റെ നന്നായിട്ട് ഒരു കളർ കിട്ടുകയും ചെയ്യും. ആ പൾപ്പെല്ലാം ഉടഞ്ഞു പോവുകയും ചെയ്യും. അതിനുശേഷം പൾപ്പെല്ലാം ഇതാക്കിയതിന് ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കുകയാണ്. ആ പൾപ്പിനെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മളത് പഞ്ചസാര എല്ലാം അതിന് തിളച്ചു. ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ കൈ കൊണ്ടുടച്ച് അതൊന്ന് അരിച്ചെടുക്കാം. എല്ലാ പൾപ്പും നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മളെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ആ വെള്ളം നമ്മൾ നേരത്തെ ഇതിൽ ഒരിക്കലും പച്ചവെള്ളം, വേറെ പച്ചവെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമ്മൾ ലായനിയിലേക്ക് നമ്മളത് ഒഴിച്ച് കൊടുക്കാം.
ലായനി നന്നായിട്ടൊന്ന് തിളച്ചു. ഇനി അതിലേക്ക് നമ്മൾ മുന്തിരി അരിച്ചെടുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ച മുന്തിരി അരിച്ചെടുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് തിളച്ച് വരുന്നവരെ നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നു. ഇനി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത പൾപ്പ്, അതായത് നമ്മൾ മാറ്റി വെച്ച പൾപ്പിൽ നിന്ന് കുറച്ചെടുത്ത് അരച്ചുകൊണ്ട് വന്നതാണ്. മിക്സിയിലിട്ട് അരച്ച് ആ പൾപ്പാണ് ഇപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇനി നമ്മൾ കുറച്ച് പൾപ്പ് മാറ്റി വെച്ച പൾപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അരയ്ക്കാത്ത പൾപ്പാണ്, അത് ഇതിലേക്ക് നമ്മൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പൾപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 സ്പൂൺ തേൻ ഒഴിച്ച് കൊടുക്കാം. തേൻ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ജ്യൂസ് നന്നായി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിച്ചാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.